നല്ല ഈസി ആയിട്ടൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് വലിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. അതിലേക്ക് ചതച്ച നല്ല ജീരകം, കുരുമുളക് പൊടിയും മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറ്, മാഗി ക്യൂബ് അതൊരു 2 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, ഏറ്റവും അവസാനം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി വയ്ക്കുക. ആ സമയം കൊണ്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുക. തക്കാളി, സബോള, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് വിനീഗർ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ടൊമാറ്റോ ചട്നി റെഡിയായി. പിന്നെ ഹെൽത്തി മയോണൈസിനായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുക്കുക. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി, വെളുത്തുള്ളി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ മയോണൈസ് റെഡിയായി. 1 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ഡ്രൈ ലെമണും ഫോർക്ക് വെച്ച് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അരി വേവിക്കാനായിട്ട് ഡ്രൈ ലെമൺ, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഉപ്പ് ഇതൊക്കെ ചേർത്ത് അരി നന്നായി വേവിച്ചെടുക്കുക. മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്തിരിക്കുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് ഗ്രേവി ഊറ്റിയെടുക്കുക. അത് ദം ചെയ്യുന്നതിനൊപ്പം ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതും പിന്നെ ചാർക്കോൾ ക്യൂബ്സും കൂടി സ്മോക്ക് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും ദം ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡിയായി. നമ്മുടെ ടൊമാറ്റോ ചട്നിയുടെയും ഹെൽത്തി മയോണൈസിൻ്റെ ഒപ്പം നമുക്കിത് കഴിക്കാം.